ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇവിടെ ഞാൻ 6 വലിയ ക്യാരറ്റാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, 2-3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കാരണം തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ തയ്യാറാക്കി നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.